കലമ്പുന്നതിലൊക്കെ. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു കാര്യം ചിന്തിച്ചാ, ഇവിടെ ഒരു അമ്മയും അച്ഛനും ഉണ്ട്, വീട്ടില് ഭക്ഷണം പോലും കഴിക്കാതെ കണ്ട് മകനെയും മകന്റെ വരവും കാത്തിരിക്കുന്നത് കണ്ട നിങ്ങള്. എത്രയോ ദൈവത്തിന്റെ കാല് പിടിച്ചിട്ടാണ് കടമ്പേരി ഭഗവതിക്കെല്ലാം നേർച്ച കൊടുത്തിട്ടാന്ന് സത്യം പറഞ്ഞാല് ഒരു മകനെ കിട്ടിയത്. അവൻ എന്തെങ്കിലും ഒരു നമ്മുടെ വീട്ടിലൊരു ഉപകാരത്തിനാവുമ്പോഴേക്ക് സ്ഥലം വിട്ടത് ഉണ്ട നിങ്ങള്. കാട്ടുകോയിനെ പിടിച്ച് പോയിട്ടാണൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ ഈ അച്ഛനമ്മമാർക്ക് എപ്പോ ഈ മക്കളെ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടാൻ മാത്രമേ ജീവിതത്തിൽ യോഗമുള്ളൂ. പറഞ്ഞിട്ട് എന്താ കാര്യം? അത് സത്യമാണ്. മക്കളൊന്നും ഉണ്ടാണ്ടാന്ന് എന്റെ ഒരു അഭിപ്രായം. എന്തിനിങ്ങനെ കഷ്ടപ്പാടുകൾ കണ്ടില്ലേ? അയ്യാ അവരെ കഷ്ടപ്പാട് കണ്ടില്ല, ചെക്കൻ ചെയ്ത് കണ്ടില്ലേ നിങ്ങളിപ്പോ? സത്യം. ഇത് പറയുമ്പോ എനിക്ക് കാര്യം അതെ. ഇതിനൊരു ഉദാഹരണം ഉണ്ട് എന്റെ നാട്ടിൽ. പോയി നമ്മള് മിലിറ്ററിക്കാരെ കിട്ടാട്ടിനറിയിലേക്ക് എടുത്തേ എന്റെ നാട്ടിലെ. എന്റെ നാട്ടില് എത്ര ആളുണ്ട്, എന്നിട്ടൊരു മിലിറ്ററിക്കാരൻ കിട്ടാണ്ട മാത്രം ഓർമ്മിക്കാൻ എന്താ കാരണം? എന്നാ ഒരു ലീവിന് വന്നാ ഒരു 2 ബാഗ് കൊടുക്കും. അതന്നെ അതൊന്നല്ല. ഈ മിലിറ്ററിക്കാരെ കിട്ടാട്ടിന് എത്ര മക്കള്? എത്ര? 8 ആണും 1 പെണ്ണും. സിന്ധു ദൈവേ, അപ്പൊ ഒരു മിലിറ്ററി ചേർന്നതേ ഉള്ളൂ, അങ്ങോട്ട് പോയിട്ടേ ഇല്ലേ? ഇയാള് നീ വിചാരിക്കും പോലെ ഒന്നല്ല. ഇയാള് മിലിറ്ററിയിൽ ഉയർന്ന ജോലിയാ. ആ മിലിറ്ററിയിലേക്ക് കുട്ടികളെല്ലാം നല്ലോണം വിദ്യാഭ്യാസം കൊടുത്ത് ജോലിയും കൊടുത്ത് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇയാൾ റിട്ടയർഡ് ആയിട്ട് നാട്ടിലേക്ക് വന്ന്. നാട്ടിൽ വന്നാ പിന്നെ നീ പേടിക്കണ്ടേ? പെൻഷൻ ഉണ്ട്, കോട്ടയുണ്ട്. എനിക്കും സന്തോഷായി. അങ്ങനെ സുഖമായിട്ട് ഇയാള് കൈ നടും. അങ്ങനെ പെട്ടെന്ന് ഇയാൾക്ക് എന്തോ സൂക്കേട് വന്നിട്ട് മരിച്ചു പോയി. അയ്യോ, അന്ന് ഓരോ ഭാര്യ കരഞ്ഞതിനേക്കാളും കൂടുതൽ നീ ആയിരിക്കുമല്ലോ കരഞ്ഞിട്ടുണ്ട്. അല്ല, നിന്റെ ആ മാസം കിട്ടുന്ന 2 ബാഗ് പോയില്ലേ? ഞാൻ ഓർമ്മിപ്പിക്കല്ല. പിന്നെയല്ലേ അവിടെ പ്രശ്നമായത്? അമ്മേനെ ആര് നോക്കും? അമ്മേനെ ആരാ? മക്കള് വേറെ നോക്കണ്ടേ? ഏത് മക്കള്? ഓരോ മക്കള്. അതിലേത് മക്കള്? 8 ആണ് 1 പെണ്ണുണ്ട്. നിങ്ങൾക്ക് ആയിരിക്കാൻ നോക്കിക്കൂടാത്ത അമ്മേനാ. ഈ മക്കൾക്കൊന്നും അമ്മേനെ നോക്കാൻ താല്പര്യമില്ല. നല്ല മക്കളാണല്ലോ മിലിറ്ററിക്കാരെ കിട്ടാനുള്ള മക്കള്. അങ്ങനെ അവിടെ പ്രശ്നമായി. അവസാനം ചർച്ചക്ക് ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. എന്നത് ഓരോ മാസവും അമ്മ പോയിട്ട് ഓരോരാളെ വീട്ടിൽ നിന്നോളൂ. നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാണെന്ന് തന്നെയാലും നിങ്ങൾ കണ്ട സ്വത്ത് വീതം വെക്കുന്നതിന്റെ കൂട്ടത്തിൽ അമ്മേന്റെ നൃത്തവും വീതം വെച്ചിന്. അങ്ങനെ മൂത്ത ചക്കൻ ബിജന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഒരു ദിവസം ബിജൻ ജോലിയും കഴിഞ്ഞ് വന്നേരം അവന്റെ ഓളോട് ചോദിച്ചു, നമ്മളെ അമ്മയോടത്തോടോ? അന്നേരല്ലേ ഓള് പറയുന്നത്, രാവിലെ ഞാൻ ഒരു ചായ കൊടുത്തിന്, ഇഷ്ടപ്പെട്ടിട്ടില്ല, റേഡിയോ കിഞ്ഞ് പോയിട്ടാ. ശരി. ബിജൻ പറഞ്ഞ ഏടിയും പോയിക്കോട്ടെ, നമ്മക്കെന്ന്. നല്ല മോയെ. വൈകുന്നേരം ആകുമ്പോഴോ ആടെ ഒരു നിലവൈരോ. ഇനി ഞാൻ എങ്ങനെ അവിടെ ജീവിക്കാം? ഇത്ര വട്ടത്ത് വിജയേട്ടൻ മരിച്ചു പോയതപ്പോ? ബിജൻ മരിച്ചതല്ലടോ, ബിജന്റെ വീട്ടിലെ നായിനെ കാണും. ഇത് ഞാൻ ഇന്നലും കേൾക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ വലിയ പൈസക്കാരുടെ വീട്ടിലെ നായിന സദ്യാകുമ്പോ ഒരു അരമണിക്കൂർ സമയം മൂത്രമൊഴിക്കാൻ വേണ്ടി കഴിച്ചളക്കുമല്ലോ. ഈ തഞ്ചം നോക്കിയിട്ട് ഈനെ പൊക്കിക്കൊണ്ടു പോവാൻ ആള് വണ്ടി എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അറിയങ്ങള് അതിനെ പൊക്കിക്കൊണ്ട് ഇതിനെ അങ്ങ് കൊണ്ടുപോയിട്ട് ആട്ടർച്ചയാക്കി കൊണ്ടുവരാൻ പറ്റിട്ട് ആക്കി പോടോ. അത്രക്ക് വലിയ നായിയ. ഇതിന്റെ പൈസ എത്രയാണ്? എനിക്ക് എത്ര? 50,000 ഉറുപ്പ്യ നായിന്റെ പൈസ. നമ്മളവിടെ 10 സെന്റ് സ്ഥലം എടുക്കാലോ. ഇതെന്ത് നായിയ ഇത്? പിന്നെ ഇതിന്റെ തീറ്റ എന്താണെന്ന് അറിയിക്കും? ചിക്കൻ, മട്ടൻ, മുട്ട. മതി. ഇതെല്ലാം കേൾക്കും. നായ്യക്കെല്ലാം എന്തൊരു സുഖാണ് അല്ലേ? സത്യം പറഞ്ഞാല് ഞാനിങ്ങനെ ചില സമയം ചിന്തിക്കുവേ, എന്ത് ഞാൻ ഈ നട്ടപ്പാതിരൊക്കെ ആടിയിടിയും പോയി മഞ്ഞും ഈ പൊടിയും പാറിയിട്ട് ഇങ്ങനെ മരണപ്പെടുപ്പ് കിടക്കുന്നു. ഏതെങ്കിലും വലിയ പൈസക്കാരുടെ വീട്ടിലെ വല്ല നായ്യങ്ങായിട്ട് അവർ ജനിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അതിനെന്തൊക്കെ ഒരു മാറ്റം ഉണ്ടാ? പക്ഷെ ഇടുന്ന അച്ചാട്ട് അങ്ങനെ ബിജം അപ്പാട് എന്ത് ചെയ്ത്, ബിജൻ അപ്പാട് പത്രോഫീസ് വിളിച്ചിട്ട് ഒരു പരസ്യം കൊടുത്തു. പരസ്യം കൊടുക്കാനാ? അതിനെ കാണുന്നില്ല, കണ്ടുകിട്ടുന്നവർ എത്രയും പെട്ടെന്ന് തിരിച്ചെന്ന തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ആ നായോട്ടുള്ള സ്നേഹം നോക്കി രാവിലെ 8 മണിയാകുമ്പോന്നില്ലടെ ഫോണ്. ഹലോ ഹലോ, ഈ നായിനെ കാണുന്നില്ല എന്ന് മറ്റേ പത്രത്തിൽ പറ്റം കൊടുത്താളെ. അതെ, ബിജനാണ്. നല്ല ബിജന്റെ നായിനെ കിട്ടിയിട്ടുണ്ട്. ആടെ ചങ്ങലിട്ട് കെട്ടിവെച്ച ഞാൻ ഇപ്പൊ കാറുമായിട്ട്. ചങ്ങലൊക്കെ ഉണ്ടാവശ്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ധൃതി പിടിച്ച് കാറും പിടിച്ച് വരണ്ട. നായി ഏടി പോവില്ല. നായി അമ്മേന്റെ ഒന്നിച്ചെന്നുണ്ട്. ആരമ്മ? ബിജന്റെ അമ്മ. നിങ്ങൾ ഇതായിരുന്ന വിളിക്കുന്നത്? ടൗണിലുള്ള ഒരു അനാഥാലയത്തിന് വിളിക്കുന്ന കണ്ടങ്ങള്. ആ പെണ്ണുങ്ങള് ചോറ് എന്നിട്ട് എണീറ്റ് പോകുമ്പോ സ്ഥിരമായിട്ട് ഒരു പിടി ചോറ് ആ നായിക്ക് കൊണ്ട് കൊടുക്കലുണ്ട്. ആ ഒരു പിടി ചോറിന്റെ നന്ദി ആ നായി കാണിച്ച്. ഇവിടെ ബാലില്ലാത്ത 9 എണ്ണം ഉണ്ട്.
ഞാൻ വിചാരിച്ചു വേളെ ആ സിന്ധു പെണ്ണുങ്ങും പോന്ന പോക്കിൽ അമ്മേന്റെ കൈ പിടിക്കുന്നു സിന്ധു ഈ സിന്ധു ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പെണ്ണുണ്ടാകാൻ വേണ്ടി ഉള്ള നേർച്ചയും കാഴ്ചയും കൊടുത്തിട്ടാണ് ഒരു പെണ്ണുണ്ടായി. ആണത്ര ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു പെണ്ണൊരു വീട്ടിലില്ലെങ്കിണ്ടല്ല ആ വീട് അന്ധകാര. ഒരു വീടിന്റെ കടാവിളക്കാണ് ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ഉള്ള തെയ്യത്തിന്റെ കാല് പോയി തേച്ചും പിടിച്ച് ഉള്ള ശയനപ്രദക്ഷിണം നടത്തിയിട്ട് കിട്ടിയത് ആ സിന്ധു പോലും സദ്യക്ക് മുമ്പേ മടങ്ങി വീതവും വാങ്ങി. ആ തുടക്കത്ത് പറഞ്ഞു എന്തിനാന്ന് മക്കള് ഇതിൽ ആലോചിച്ചോ എന്തിനാന്ന് മക്കള് പലപ്പോഴും ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്നൊരു ചോദ്യം എന്തിനാന്ന് ഇതല്ലോ. ശരിയാണ് വിദൂഷകരെ. ഉപയോഗിക്കുകയും വലിച്ചു